എന്റെ അമ്മ മരിച്ചേ കാണാൻ വേണ്ടി ആരും വരുന്നില്ല, ബിജെപിയുടെ നേതാക്കന്മാർ വരുന്നില്ല എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഞാൻ ഒന്ന് ആശ്വസിപ്പിക്കൂല. നിങ്ങൾ ആശ്വസിപ്പിക്കൂല. ആരാ ചെയ്യാത്തത്? അപ്പം മരണ വീട്ടിൽ വന്നില്ല, കാണാൻ വന്നില്ല, അത് തെറ്റായി പോയി എന്ന് ഞാൻ ഒരു ഭാഗത്ത് പറയുന്ന അവസരത്തിൽ തന്നെ ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഹിന്ദുത്വ പ്രത്യയ ശാസ്ത്രത്തോടുള്ള നിലപാട് വ്യക്തമാക്കിയതിനു ശേഷം മാത്രമേ ഞങ്ങൾ നിലപാട് വെക്കാം. അത് അദ്ദേഹത്താണ് പറയുന്നത്. അത് ഞാൻ പറഞ്ഞത് സരിനെ പറ്റിയിട്ട് അതിനൊരു ദുർവ്യാഖ്യാനാണ്. അതിന്റെ കൂടെ വായിച്ചാൽ മനസ്സിലാവുന്നത്. അതാ ഞാൻ പറഞ്ഞത്. അത് ഞാൻ ഈ സരിനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ പ്രയോഗം നടത്തിയത്. പക്ഷെ അത് കൂട്ടിയിട്ട് ഇപ്പൊ എന്തായി മറ്റേ ക്രിസ്റ്റൽ ക്ലിയർ അതാകും. അതിൽ യാതൊരു സംശയമില്ല. ഏതൊരാൾക്കും ഒരു കേഡറായാൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വന്നൊരു കേഡറായാൽ അത് അതിൽ യാതൊരു സംശയമില്ല. പക്ഷേ നിലപാട് വ്യക്തമാക്കണമല്ലോ. ഇത് ഇപ്പോഴും കോൺഗ്രസിലേക്ക് വന്നിട്ടുള്ള സന്ദീപ് വാര്യർ RSS പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് അദ്ദേഹം ഇതുവരെ എടുത്ത നിലപാടിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടോ? മുസ്ലിങ്ങളെ ഇതുപോലെ അപമാനിച്ചു എന്ന് മാത്രമല്ല, ജമ്മുകാശ്മീരുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താ പറഞ്ഞത്? എന്താ കൂട്ടക്കൊല നടത്തണം, എന്നിട്ട് കഴുത്തിൽ ടയറ് കെട്ടി കത്തിക്കണം. ഈ രൂപത്തിൽ വിഷം തുപ്പുന്ന പ്രയോഗം ഈ കേരളത്തിൽ ആരെങ്കിലും നടത്തിയിട്ടുണ്ടോ? ഇന്നേവരെ നടത്തിയിട്ടുണ്ടോ? രാഹുലിനെ പറ്റിയിട്ട് പറഞ്ഞെന്താ? അദ്ദേഹത്തിന്റെ ചികിത്സ കോട്ടക്കലല്ല വേണ്ടത്, എവിടെയാ? കുതിരവട്ടത്താണ് വേണ്ടത്. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇന്നേവരെ ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മഹാത്മാഗാന്ധിയെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞത് എന്താ പറഞ്ഞത്? ചെറുതായിട്ടൊന്ന്. എന്റെ ഒരു സുഹൃത്ത് 2 കല്യാണം കഴിഞ്ഞു, 3ാമത്തെ കല്യാണത്തിന് പോകുമ്പോൾ ഞാൻ ചോദിച്ചു, അല്ല ഇതൊരു ശരിയാണോ? അല്ല, അതൊരു ചെറിയ കല്യാണമെന്നാണ്. പരാന്ന പ്രത്യയശാസ്ത്രമാണെന്നും പാർട്ടി മാറിയാൽ ആളുകളുടെ പ്രത്യയശാസ്ത്രം മനസ്സിൽ നിന്ന് മാറില്ല എന്നല്ല താങ്കൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. RSS പാർട്ടി മാറിയാലും RSS അല്ല, അത് പറഞ്ഞാൽ മതിയെന്നേ ഞാൻ പറയുന്നത്. ഇപ്പൊ മാറണമെന്ന് ഞാൻ പറഞ്ഞത് ഏതാ സുഹൃത്ത് മലയാളം? ഞാൻ ഇതുവരെ പറഞ്ഞത് മുസ്ലിംസിനെതിരായി പറഞ്ഞത്, ഹിന്ദുത്വത്തിന് വേണ്ടി പറഞ്ഞത്, RSSന് വേണ്ടി പറഞ്ഞത് തെറ്റായിരുന്നു. ഞാൻ ഇനി കോൺഗ്രസിന്റെ മതനിരപേക്ഷ രാഷ്ട്രീയത്തോടാണ് എനിക്ക് യോജിപ്പ്. ഇന്നലെ വരെ ഞാൻ പറഞ്ഞതെല്ലാം തെറ്റായിരുന്നു. ഇനി ഞാനത് പറയില്ല. രാഹുലിനെതിരായി പറഞ്ഞത്, മഹാത്മാഗാന്ധിക്കെതിരായി പറഞ്ഞത്, ഈ മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരായി മൊത്തത്തിൽ പറഞ്ഞത് മാപ്പാക്കണം ജനങ്ങളെ, മലയാളികളെ എന്ന് പറഞ്ഞു വോട്ടിന് ചോദിക്കണം. അതിന് വോട്ടിന് ചോദിക്കാൻ ധൈര്യമുണ്ടോ? അതാ ഞാൻ പറഞ്ഞത്. അതല്ലേ ഞാൻ പറഞ്ഞ. ഇതുപോലെ ഞാൻ സാധാരണ നിലയിൽ ഇപ്പം മുരളീധരന്റെ വാക്കുകളാണ് കൊട്ടേഷനായിട്ട് എടുക്കുക. അദ്ദേഹം മേപ്പറമ്പിൽ വന്നിട്ട് പ്രസംഗിച്ച് ഞങ്ങൾക്ക് അനുഭവമില്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഓരോന്നോരോന്ന് പറഞ്ഞു. അതിമനോഹരമായിട്ട്. എങ്ങനെയാണോ കരുണാകരൻ സറ്റയർ പൊളിറ്റിക്സ് കൈകാര്യം ചെയ്തത് അതുപോലെ പറഞ്ഞു. ഇതുപോലെ ഹൃദയത്തിന് കുത്തിയ വാക്കുകൾ ഈ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഏൽക്കേണ്ടി വന്നിട്ടുണ്ടോ? അത് അങ്ങനെ കോൺഗ്രസ്സുകാരും ലീഗുകാരും പറഞ്ഞു. ഉടനെ പോയിട്ട് കാല് പിടിച്ചിട്ടില്ലെങ്കിൽ ഉള്ള അടി ഒഴുകി പോകുന്നു. അത് ഇന്ന് രാവിലെ ഒരു കോൺഗ്രസിന്റെ ഒരു നേതാവ് എന്നെ വിളിച്ചു. ഇത് നല്ല ഇവര് വിചാരിക്കുന്നത് കലത്തുനിന്ന് പോയാൽ കഞ്ഞിക്കലത്തിലേക്ക് ഉണ്ടാവുന്നതാണ്. കലത്തിനും ഉണ്ടാവില്ല, കഞ്ഞിക്കലത്തിനും ഉണ്ടാവില്ല എന്നാണ് ആ കോൺഗ്രസിന്റെ നേതാവ് എന്നോട് പറഞ്ഞത്. RSSകാർക്ക് ആവേശം ഉണ്ടാവും. ഇയാളുടെ കൂടെയുള്ള RSSകാർക്ക് ആവേശം ഇയാളുമായി പോയ കൊണ്ട് തന്നെ ആവേശം ഉണ്ടാവും. വേറെ ആവശ്യമില്ല.